കുഞ്ഞറിവുകളായിരിക്കും നിങ്ങളെ ഒരു കോടിയിൽ എത്തിക്കുക. നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. കേരള ഹാസ്യത്തിന്റെ ഉറവയാണ് വരമോൺ കോമഡി സ്റ്റാർസ്. കോമഡി ഫെസ്റ്റിവൽ വെറുതെ അല്ല ഭാര്യ. നല്ലവരായ കലാസ്നേഹികളെ, സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടതുപോലെ നിങ്ങൾക്ക് സുപരിചിതമായതും അല്ലാത്തതുമായ നിരവധി റിയാലിറ്റി ഷോകൾ ലോകമെങ്ങും അരങ്ങേറുന്നുണ്ട്. ആത്യന്തികമായി പണത്തിനോടും പ്രശസ്തിയോടുമുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് ഓരോ മത്സരാർത്ഥിയെയും ഇത്തരം വേദികളിലേക്ക് നയിക്കുന്നത്. ഒരർത്ഥത്തിൽ നമ്മുടെ ജീവിതം തന്നെ ഒരു വലിയ മത്സരമാണ്. ഇതിലെ വിജയിയെ തേടിയും വലിയൊരു സമ്മാനം കാത്തിരിപ്പുണ്ട്. പ്രതിബന്ധങ്ങളെ തകർത്തെറിഞ്ഞ് നിബന്ധനകൾക്ക് വിധേയമായി ഈ ഒരു സമ്മാനം നേടുവാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഈ വേദി നിങ്ങൾക്കുള്ളതാണ്. ദ ബെസ്റ്റ് ലൈഫ് പെർഫോമൻസ് അവാർഡിനായുള്ള ഒരു റിയാലിറ്റി ഷോ നാം ഇവിടെ ആരംഭിക്കുകയാണ്. ഏവരുടെയും പ്രോത്സാഹനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട്, ഏവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് SXCA അവതരിപ്പിക്കുന്നു എ റിയാലിറ്റി ഷോ ഫോർ ദ ബെസ്റ്റ് ലൈഫ് പെർഫോമൻസ്. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും ഈ പുതിയ റിയാലിറ്റി ഷോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ദ ബെസ്റ്റ് ലൈഫ് പെർഫോമൻസ് അവാർഡിനായുള്ള ഒരു റിയാലിറ്റി ഷോയാണ് ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. അതായത് ജീവിതത്തിൽ മാതൃകാപരമായ ഉദാത്തമായ ഒരു പ്രവൃത്തിയിലൂടെ വിലമതിക്കാനാകാത്ത ഒരു വലിയ സമ്പത്തിന് അർഹനാവുക. നല്ലൊരു പ്രവൃത്തി എന്നുള്ളത് തീർത്തും ആപേക്ഷികമാണെന്ന കാര്യം വിസ്മരിക്കുന്നില്ല. എങ്കിലും നിസ്വാർത്ഥവും ഉദാത്തവുമായ ജീവിത ചെയ്തികളെ അതിസൂക്ഷ്മ വിശകലനത്തിലൂടെയായിരിക്കും നാം വിലയിരുത്തുക. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, യഥാർത്ഥ ശരിയെ മുറുകെ പിടിക്കുന്നവർക്ക് ഇതിലെ വിജയിയായി മടങ്ങാം. ഈ ഒരു ചെറിയ ആമുഖത്തോടു കൂടി മത്സരാർത്ഥികളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യമായി വേദിയിലെത്തുന്നത് രാഷ്ട്രീയ ചാണക്യ പരിവേഷവുമായി മലയാള മനസ്സുകളെ കീഴടക്കിയിട്ടുള്ള ശ്രീ ജോർജ് വെള്ളിക്കാല. സ്വാഗതം ശ്രീ ജോർജ് വെള്ളിക്കാല. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഒരു സംശയം ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് താങ്കളെ പോലെയുള്ള രാഷ്ട്രീയക്കാർ കൈകളിങ്ങനെ അന്തരീക്ഷത്തിൽ വീശി നടക്കുന്നത്? ഇതിന് പല അർത്ഥമുണ്ട്. വിപ്ലവകരമായ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നതിനുള്ളൊരു പ്രതീകം, മനസ്സിലായോ? അവകാശ സമരങ്ങൾക്ക് ഊർജം ലഭിക്കാനുള്ളൊരു മാർഗം. പിന്നെ പൊതുവെ ഞങ്ങൾ രാഷ്ട്രീയക്കാരുടെ ഒരു ബോഡി ലാംഗ്വേജിന്റെ ഭാഗമാണിത്, മനസ്സിലായോ? ഓ, അത് ശരി. ഈ മത്സരവേദിയിൽ നിൽക്കുമ്പോൾ താങ്കളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത്? ജനങ്ങളോടൊപ്പം നിൽക്കാനുള്ള, അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരവസരവും ഞാൻ പാഴാക്കാറില്ല. ഈ മത്സരത്തിൽ പങ്കെടുത്തത് വലിയൊരു അവാർഡ് സ്വന്തമാക്കാനല്ല, മറിച്ച് അത് ജനസേവനത്തിന് ഉപകരിക്കുമല്ലോ എന്ന് കരുതിയാണ്, മനസ്സിലാക്കണം. ഒരു ചോദ്യം കൂടി. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ താങ്കളുടെ ജീവിത ദർശനം ഒന്ന് പങ്കുവെക്കാമോ? സമത്വ സുന്ദരമായ ലോകം,
അനീതിയില്ലാത്ത, അഴിമതിയില്ലാത്ത ഒരു ലോകം. അതിന്റെ മുൻപിൽ നിന്ന് നയിക്കുക. അതാണ് എന്റെ ജീവദർശനം. മനസ്സിലായോ? നല്ല ആശയം, നല്ല ആഗ്രഹം. ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നതിന് നന്ദി പറയുന്നു. എല്ലാ വിജയാശംസകളും നേരുകയാണ്. താങ്കളുടെ ഇരിപ്പിടത്തിലിരുന്നാലും. ശരി, ജയ് ഹിന്ദ്. അടുത്തതായി വേദിയിലേക്ക് കടന്നു വരുന്നത് ഒരു വനിതാ രത്നമാണ്. മിസ് പേഴ്സണാലിറ്റി വിന്നർ കൂടിയായ ശ്രീമതി മഞ്ജരി ഹരിദാസ്. Miss Manjari, welcome to the show. എല്ലാവർക്കും നമസ്കാരം. A big hi to all. മിസ് മഞ്ജരി മിസ് പേഴ്സണാലിറ്റി ആയി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ എന്ത് തോന്നി? It was a very wonderful experience. If we have a good mind, നമുക്ക് നല്ല ഒരു മനസ്സുണ്ടെങ്കിൽ അത് തീർച്ചയായും നമ്മുടെ പേഴ്സണാലിറ്റിയിൽ റിഫ്ലക്ട് ചെയ്യും. I think that made me the winner there. പിന്നെ നമ്മൾ ഒരു ഐക്കണായി ചൂസ് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ സമൂഹത്തോട് കൂടുതൽ കമ്മിറ്റ്മെന്റ് നമുക്കുണ്ടാകും. അതുകൊണ്ടാണ് ഈ ഒരു ഷോയിൽ പങ്കെടുക്കാൻ ഞാൻ വന്നത്. മിസ് മഞ്ജരി പറഞ്ഞതുപോലെ നല്ല മനസ്സ് നല്ല പ്രവർത്തികൾ ചെയ്യാനുള്ള നല്ല പ്രേരണകൾ നൽകട്ടെ. അങ്ങനെ ഈ ഒരു ബെസ്റ്റ് ലൈഫ് പെർഫോമൻസ് അവാർഡ് കൂടി നേടുവാൻ മഞ്ജരിക്ക് ഇടവരട്ടെ എന്ന് ആശംസിക്കുകയാണ്. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. Thank you very much. എല്ലാവരുടെയും prayers and support expect ചെയ്യുന്നു, request ചെയ്യുന്നു. മൂന്നാമതായി ഈ മത്സരവേദിയിൽ എത്തുന്നത് ഒരു മാധ്യമ പ്രവർത്തകനാണ്. നോസ് ഫോർ ന്യൂസുമായി നടക്കുന്ന ശ്രീ ലതീഷ് കുമാർ. വെൽക്കം ടു ദ ഷോ. നന്ദി, നമസ്കാരം. താങ്കളിൽ ഒരു റെസ്റ്റ്ലെസ്നെസ് ഞാൻ കാണുന്നു. ശരിയാണോ? ടു ബി ഫ്രാങ്ക്, ഞങ്ങൾക്ക് എങ്ങനെ റെസ്റ്റ് എടുക്കാനാകും? വാർത്തകൾ, വിവാദങ്ങൾ, വിസ്മയങ്ങൾ ഇവ ഒപ്പിയെടുക്കാൻ പഞ്ചേന്ദ്രിയങ്ങൾ പോരാതെ വരുന്നു. 24 മണിക്കൂർ തികയാതെ വരുന്നു. അങ്ങനെയെങ്കിൽ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുക വഴി താങ്കളുടെ സമയം നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്? നോട്ട് അറ്റ് ഓൾ. ഞാൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത് നിങ്ങൾ കണ്ടു വിലയിരുത്തൂ. ഈ മത്സരത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർത്തും പുതുമയേറിയ ഒന്നായിട്ടാണ് തോന്നുന്നത്. ലതീഷ്, വാക്കിലും പ്രവൃത്തിയിലുമുള്ള ഈ ഒരു എടുത്തുചാട്ടമുണ്ടല്ലോ, അതാണ് നിങ്ങളെപ്പോലെയുള്ളവരുടെ റെസ്റ്റ്ലെസ് നാച്ചറിനും പലപ്പോഴും പരാജയത്തിന് തന്നെയും കാരണമെന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കുന്നില്ല. പക്ഷേ പരിമിതമായ ഈ സമയം. ശരി, താങ്കളുടെ സമയം കളയുന്നില്ല. ദയവായി താങ്കളുടെ സീറ്റിലിരുന്നാലും. താങ്ക് യു. അവസാനമായി വേദിയിലെത്തുന്നത് ഒരു പ്രവാസി മലയാളിയാണ്, ശ്രീ പ്രവീൺ കുമാർ. ഓം ശാന്തി. ഈശ്വര രക്ഷ. ഒരു NRI കാൻഡിഡേറ്റ് ആയ വൺ മിസ്റ്റർ പ്രവീണിനെയാണ് ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചത്. സ്വാമി എങ്ങനെ ഇവിടെ? ഞാൻ തന്നെയാണ് ഇവിടെ പേര് രജിസ്റ്റർ ചെയ്തിരുന്ന പ്രവീൺ. എന്നാൽ പ്രയാസമനുഭവിച്ചിരുന്ന പ്രവാസിയായ പഴയ പ്രവീൺ അല്ല ഇത്. മറിച്ച് പ്രയാസമുള്ളവർക്ക് ആശ്വാസം നൽകുന്ന കാരുണ്യത്തിന്റെ പുനരവതാരമായ ഹിമവൽ സ്വാമിജിയാണ് ഞാനിത്. ഈ മാറ്റം ഉണ്ടായതോ അതോ ഉണ്ടാക്കിയതോ? സംശയം വേണ്ട. ഈശ്വര ചൈതന്യം എന്നിൽ ആവാഹിച്ചിരിക്കുന്നു. ആയിരങ്ങളുടെ കണ്ണീരൊപ്പാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അങ്ങ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് എന്തിനാണ്? ഓം ശാന്തി. അധികം ചോദ്യങ്ങൾ എനിക്കിഷ്ടമല്ല.
കണ്ടില്ലേ ഈ ദൈവീക ധൂമങ്ങൾ? ഇതിൽ പങ്കെടുത്ത് വിജയിക്കുക എന്നുള്ളത് അവിടുത്തെ നിശ്ചയം. ഞാൻ ഒരു ഉപകരണം മാത്രം. വലിയൊരു തുക ലഭിക്കുകയാണെങ്കിൽ അവ ഒരുപാട് പേർക്ക് ഉപകരിക്കുമല്ലോ. ഓം ശാന്തി. ഈശ്വര രക്ഷ. സത്യം ജയിക്കട്ടെ. ഈ സതുദ്ദേശം അങ്ങേക്ക് വിജയം സമ്മാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്കളുടെ ഇരിപ്പിടത്തിലിരുന്നാലും. സുഹൃത്തുക്കളെ, നമ്മുടെ 4 മത്സരാർത്ഥികളും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അവർ അവരുടെ കർമ്മമണ്ഡലങ്ങളിലേക്ക് ഇറങ്ങട്ടെ. അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്ന ഏറ്റവും നല്ല പ്രവൃത്തികൾ അനുസരിച്ചായിരിക്കും അവരുടെ വിജയ തോത് നിർണ്ണയിക്കപ്പെടുക. ഏറ്റവും നല്ലത് എന്ന് തോന്നുന്ന കാര്യം നിങ്ങൾക്ക് ഞങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാം. അത് വിലയിരുത്തിയതിനു ശേഷം നമ്മുടെ അടുത്ത സെഷൻ ആരംഭിക്കും. അതുവരെ ഒരു ഇടവേള. ഡു ദ ബെസ്റ്റ് ആൻഡ് ഗെറ്റ് ദ ബെസ്റ്റ്. माया नाकी नाकी खेले नाकी नाकी नको नको गालू गालू सटी सटा कानू कानू मामा मेरी ब्यूटीफुल गुड़िया मेरी ब्यूटीफुल नो मामा ब्यूटीफुल. ग्लिसरीन भरा पेयर्स बनाए रखे त्वचा की मासूमियत. मासूम त्वचा, मासूम पेयर्स. നമസ്കാരം. മലയാളം വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കേരള തീരത്തെ പിടിച്ചുകുലുക്കിയ സുനാമി ദുരന്തത്തിൽ നിന്നും മുക്തമാകാതെ ജനസഹസ്രങ്ങൾ. ആശ്വാസ നടപടികൾക്കും പുനരുദ്ധാരണത്തിനുമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും സന്നദ്ധ സംഘടനകളും. മലയാളം വിഷന്റെ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് പ്രക്ഷേപണത്തിന് ഇന്ന് തുടക്കമായി. കേരളത്തിലെ പുതിയ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായി ശ്രീ ജോർജ് വെള്ളിക്കാല ഇന്ന് സ്ഥാനമേറ്റു. വാർത്തകൾ വിശദമായി. 2 ആഴ്ച മുമ്പ് കേരള തീരത്ത് ആഞ്ഞുവീശിയ സുനാമി ദുരന്തത്തിൽ വീടും സ്വത്തുവകകളും നഷ്ടമായ ആയിരങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ്. വൃത്തിഹീനമായ ഇത്തരം ക്യാമ്പുകളിൽ പകർച്ചവ്യാധികൾക്കുള്ള സാധ്യതയുള്ളതായി ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇവരുടെ പുനരുദ്ധാരണത്തിനായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ 1000 കോടി രൂപയുടെ സഹായം പ്രഖ്യാപിച്ചു. ഇതിന്റെ ചുമതല പുതിയ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായി സ്ഥാനമേറ്റ ശ്രീ ജോർജ് വെള്ളിക്കാലയ്ക്ക് നൽകി. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്നും. മന്ത്രിയായിട്ട് ഉടനെ തന്നെ ഞാൻ പോയത് ഈ ദുരിതാശ്വാസ ക്യാമ്പിലാണ്. വളരെ ദയനീയമാണ് അവിടുത്തെ സ്ഥിതി. എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ പുനരുദ്ധാരണത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മറ്റൊരു നല്ല കാര്യം, നമുക്കേവർക്കും പ്രിയങ്കരനും സുപരിചിതനുമായ ശ്രീ ഹിമവൽ സ്വാമിജിയും അവരുടെ ട്രസ്റ്റും ഈ ഒരു പുനരുദ്ധാരണ കർമ്മത്തിൽ സജീവമായി ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ്. അത് നന്ദിയോടെ ഇവിടെ സ്മരിക്കുകയാണ്. എൻ്റെ പൂർണ്ണ പിന്തുണ സ്വാമിജിയുടെ കൂടെ ഉണ്ടായിരിക്കും. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സഹായവുമായി മലയാള വിഷനും രംഗത്ത്. ഒരു കൈ സഹായം എന്ന പദ്ധതി വഴി ചെറുതും വലുതുമായ സംഭാവനകൾ ജനങ്ങളിൽ നിന്നും സ്വീകരിച്ച് സുനാമി ദുരിതാശ്വാസ പ്രക്രിയയിൽ പങ്കാളിയാവുക എന്നതാണ് മലയാളം വിഷന്റെ ലക്ഷ്യം. ഇനിയൊരു ഇടവേള. സംഭവ ബഹുലമായ 4 മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. ഉടനെ തന്നെ ദ ബെസ്റ്റ് ലൈവ് പെർഫോമൻസ് അവാർഡിനായി മത്സരാർത്ഥികൾ സമർപ്പിച്ച അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല പ്രവൃത്തിയുടെ പ്രസക്ത ഭാഗങ്ങൾ കാണാം.
സുനാമി ദുരിതാശ്വാസ സഹായ വിതരണ വേളയിൽ അധ്യക്ഷനായിരിക്കുന്ന ശ്രീ ഹിമവൽ സ്വാമിജി, ഉദ്ഘാടക ശ്രീമതി മഞ്ജരി ഹരിദാസ്, ഇതിൻ്റെ മുഖ്യ സ്പോൺസറായിരിക്കുന്ന മലയാളം മിഷൻ്റെ MD ലതീഷ് കുമാർ, പ്രിയ നാട്ടുകാരി, എല്ലാവരും ഒരേ മനസ്സോടെ ഹൃദയം തുറന്ന് സഹായിച്ച നാളുകളായിരുന്നു സുനാമി ദുരന്തത്തിന് ശേഷം ഉണ്ടായിരുന്നത്. അതിൽ തീർച്ചയായും എടുത്തു പറയേണ്ടത് ശ്രീ ഹിമവൽ സ്വാമിജിയും അവരുടെ ട്രസ്റ്റും നൽകിയ നിർലോഭമായ സഹായമാണ്. ഒപ്പം മലയാളം മിഷൻ്റെ ഒരു കൈ സഹായം പദ്ധതിയിലൂടെ വലിയൊരു തുക നമുക്ക് സമാഹരിക്കാൻ സാധിച്ചു. കൂടാതെ സർക്കാരിൻ്റെ 1000 കോടിയുടെ സഹായവും നമുക്ക് ലഭിക്കുകയുണ്ടായി. തന്മൂലം വീടും ഭൂമിയും നഷ്ടപ്പെട്ട ആയിരങ്ങൾക്ക് പുതിയ പാർപ്പിടവും ഭൂമിയും തരപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചു. അതിൻ്റെ പട്ടയ വിതരണവും താക്കോൽ ദാനവുമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. സമയപരിമിതി മൂലം തിരഞ്ഞെടുത്ത 2 പേർക്ക് ശ്രീ ഹിമവൽ സ്വാമിജി അതിപ്പോൾ നൽകുന്നതായിരിക്കും. മറ്റുള്ളവർക്ക് നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ അത് ഉടനെ ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി. വേദിയിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നല്ലവരായ നാട്ടുകാരെ, അധികം വർണ്ണനകളില്ലാതെ തന്നെ ഈ ഒരു സത്കർമ്മം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. മന്ത്രി പറഞ്ഞതുപോലെ സമയക്കുറവ് മൂലം 2 പേർക്ക് ഇപ്പോൾ പ്രതീകാത്മകമായി സ്വാമിജി പട്ടയ വിതരണവും താക്കോൽ ദാനവും നൽകുന്നതായിരിക്കും. ഇതിൽ തെരഞ്ഞെടുത്ത ആദ്യത്തെ ആൾ തോന്നിക്കൽ കടപ്പുറം നിവാസി ശ്രീമതി അമ്മിണി. ദയവായി ഇവിടെ വന്ന സ്വാമിജിയുടെ കയ്യിൽ നിന്നും പട്ടയവും ഹൗസ് കീയും കൈപ്പറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രണ്ടാമതായി കൈപ്പുറം വീട്ടിൽ ശ്രീ കുട്ടപ്പൻ. ഓം ശാന്തി, ഈശ്വര രക്ഷ. വെൽക്കം ബാക്ക് ടു ദ ഷോ. ഈ റിയാലിറ്റി ഷോയുടെ സുപ്രധാനമായ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഇതിൽ ഞങ്ങളെ ഏറ്റവും ആശ്ചര്യപ്പെടുത്തിയത് നിങ്ങളെല്ലാവരും സംയുക്തമായി സമർപ്പിച്ച CD-യാണ്. സുനാമി ദുരിതാശ്വാസ പ്രക്രിയയിൽ നിങ്ങൾ ഒന്നു ചേർന്ന് ഒരു വലിയ മാതൃക ലോകത്തിന് നൽകിയിരിക്കുന്നു. ഒരു വലിയ കാരുണ്യ പ്രവൃത്തിയിൽ മത്സരബുദ്ധി മറന്ന്, സ്വാർത്ഥത മറന്ന് ഐക്യത്തോടെ നിങ്ങൾ സഹകരിച്ചിരിക്കുന്നു. ലോകം അനുകരിക്കേണ്ട ഉദാത്തമായൊരു മാർഗം. ഇതിനെ നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകം ഓം ശാന്തി, ഈശ്വര നിയോഗം തന്നെ. ഐക്യമത്യം മഹാബലം. കേട്ടിട്ടില്ലേ? ഒരു നല്ല നാളേക്കാണ് ഞങ്ങൾ കൈകോർത്തത്. നിസ്വാർത്ഥ സേവനം നല്ല മനുഷ്യരുടെ ലക്ഷണമാണ്. വെരി ട്രൂ. അവാർഡോ പണമോ നേടാൻ ആദർശങ്ങൾ ബലി കഴിക്കുന്നവരല്ല ഞങ്ങൾ. ഞങ്ങളിൽ ആര് ജയിച്ചാലും ആര് പുറത്തു പോയാലും നല്ല അർത്ഥത്തിൽ ഞങ്ങൾ അത് സ്വീകരിക്കും. എത്ര മനോഹരമായ മനോഭാവം, എന്തൊരു ഐക്യം! നിങ്ങൾ ഒരുമിച്ചുള്ള ആ നല്ല പ്രവൃത്തിയുടെ CD കണ്ടപ്പോൾ, അതിനെക്കുറിച്ചുള്ള മലയാളം മിഷൻ വാർത്താവലോകനം കേട്ടപ്പോൾ
മനസ്സും ശരീരവും കോരിത്തരിച്ചു പോയി. ആരെയും എലിമിനേറ്റ് ചെയ്യാതെ എല്ലാവർക്കും സംയുക്തമായി ഈ അവാർഡ് തുക നൽകിയാലോ എന്ന് തോന്നിച്ച നിമിഷം. അതൊരു നല്ല തീരുമാനമാണ്. ഈശ്വര പ്രേരണ, അല്ലാതെന്തു പറയാൻ. പക്ഷേ ഈശ്വര നിയോഗം മറ്റൊന്നായിരുന്നു സ്വാമി. നിങ്ങളറിയാതെ നിങ്ങളെ നിരീക്ഷിച്ചിരുന്ന ഞങ്ങളുടെ ക്യാമറ കണ്ണുകൾ കണ്ട കാഴ്ചകൾ, അതായിരുന്നു ഈ ഒരു മത്സരത്തിന്റെ ടേണിംഗ് പോയിന്റ്. കാണാം നമുക്ക് ആ സീൻ. സ്വാമി എന്താ ഈ രാത്രിയിലെ ജനൽപ്പാളിയിലൂടെ നഗരം കണ്ട് ആസ്വദിക്കുകയാണോ? രാത്രി കാഴ്ച എന്നും നമുക്കൊരു ഹരാനോടോ. എന്തൊരു തണുപ്പ്. എടോ ജോർജെ, അല്പം ചൂടാകാൻ നമ്മുടെ മരുന്നൊന്നും എടുത്തേ. ഉഡായിപ്പ് സ്വാമി, ഈ 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുത്തത് കുടിച്ച് കൂത്താടാനല്ല, കോടികളുടെ ഡീലിങ്സ് ആരും അറിയാതെ വേഗം തീർത്തു പോകാനാ. ചുമരുകളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമായത്. കൂൾ ഡൗൺ മാൻ. തനിക്ക് പറ്റില്ലെങ്കിൽ എന്റെ കസ്റ്റഡിയിലെ കുപ്പിയിൽ നിന്ന് ഞാൻ സേവിച്ചോളാം. എന്തോ നേടേ ഈ ഭാണ്ഡത്തിൽ എല്ലാം മുത്തേജക മരുന്ന് തന്നെയാണോ? ഇത് നാനാജാതി മതങ്ങൾക്കുള്ള മരുന്നാ. തന്നെ പോലെ ഒരു ജോർജ് വന്നാൽ പുറത്തെടുത്ത് കാണിക്കാനുള്ള യേശുദേവന്റെ രൂപം ഇതിനുണ്ട്. നമ്മുടെ ആ പാർട്ട്ണർ ഉണ്ടല്ലോ ലതീഷ് കുമാർ, അവനെപ്പോലെ ഒരുവൻ വന്നാൽ കാണിക്കാനുള്ള ഗണപതി രൂപവും ഇതിനകത്തുണ്ട്. ഇനി വല്ല ജബ്ബാറോ ബഷീറോ വന്നാൽ കാണിക്കാനുള്ള കാര്യങ്ങളും ഈ ഭാണ്ഡത്തിലുണ്ട്. പിന്നെ ചില ഒടിക്കൈ മരുന്നുകളും മറ്റുമൊക്കെ. ചുരുക്കി പറഞ്ഞാൽ ഇതില്ലാതെ ഞങ്ങൾ ആ ദൈവങ്ങൾക്ക് നിലനിൽപ്പില്ല. തന്നെ സമ്മതിച്ചു. എനിക്കും താടോ തന്റെ ആ മാന്ത്രിക ഉത്തേജകം മരുന്ന. എന്നാലും താനൊരു വല്ലാത്ത ആസാമി തന്നെ. ഞങ്ങൾ രാഷ്ട്രീയക്കാർക്ക് പോലും പറ്റാത്ത അത്ര കോടികളല്ലേ ഈ ഒരു സ്പിരിച്വൽ ബിസിനസ്സിലൂടെ താൻ സമ്പാദിക്കുന്നത്. താൻ വാചാലനാകല്ലേ. ഈ ഒരു രൂപം മുടിയാതിരിക്കാൻ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട് ഞാനെന്ന് തനിക്കറിയില്ല. വിളിക്കണോ നമ്മുടെ ആ പാർട്ട്നേഴ്സിനെ വേഗം. ഓ സോറി ഫോർ ബീയിങ് ലേറ്റ്. ഞാൻ അല്പം തിരക്കിലായിരുന്നു. ഈ കോടികളുടെ പാർട്ടീഷനേക്കാളും എന്ത് തിരക്കാടോ എനിക്ക്. ഒരു പെയ്ഡ് ഫേക്ക് ന്യൂസിന്റെ ഫ്രെയിം വർക്കിലായിരുന്നു ഞാൻ. ഇന്ന് തന്നെ പ്രക്ഷേപണം ചെയ്യേണ്ടതാ. തന്റെ പാർട്ടിക്കാരൻ തന്നെയാ കക്ഷി. എന്താണോ സംഭവം? വല്ല പെണ്ണ് കേസുമാണോ? യു സെഡ് ഇറ്റ്. തന്നെ പോലെയുള്ള പ്രച്ഛന്ന വേഷധാരികൾക്ക് ഇത് വേഗം മണക്കാമല്ലോ. നമ്മുടെ യുവ MLA-യും മുൻ മിസ് ഇന്ത്യയുമായുള്ള ഒരു ഫാബ്രിക്കേറ്റഡ് ക്ലിപ്പിംഗ്സ്. ചുമ്മാ ഒരു വിവാദത്തിന് തിരികൊളുത്തുക, അതല്ലേ നമ്മുടെ ഒരു രീതി. Then money is on my table. മിണ്ടാതിരിക്കടോ, നമ്മുടെ അതർ പാർട്ട്ണർ വരുന്നുണ്ട്, മിസ് മഞ്ജരി. ഗുഡ് ഈവനിങ് മഞ്ജരി, ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഗുഡ് ഈവനിങ്. നമ്മുടെ ലൈഫ് അറിയാലോ, ഷൂട്ടിംഗ്, ബിസിനസ്, പിന്നെ നമ്മുടെ ക്ലയൻസ്, അവരെ മറക്കാൻ പറ്റില്ലല്ലോ.
പിന്നെ ഇതെല്ലാം മറക്കാൻ അല്പം സോഷ്യൽ ആക്ടിവിറ്റീസും ചെയ്യണ്ടേ? പുലി പുള്ളി പുലി പെണ്ണൊരും പെട്ടാൽ എന്തും നടക്കുമല്ലോ. ഹേയ് സ്വാമി, പ്ലീസ് കൺട്രോൾ യുവർ ടങ്. ഡീലിങ്സ് വേഗം നടക്കണം. എനിക്ക് വേറെ പണിയുള്ളതാ. ശരി ശരി. സർക്കാർ വക 1000 കോടി, നമ്മുടെ ട്രസ്റ്റ് വഴി വിദേശ സഹായം 800 സിയാർ, പിന്നെ ലതീഷിന്റെ ചാനലിൽ സമാഹരിച്ച 200 കോടിയോളം രൂപ. അപ്പോ മൊത്തം 2000 കോടി. ഇതിൽ ചെലവാക്കിയത് 200 കോടിയോളം. ലാഭം അപ്പോ 1800 സിയാർ വരുമല്ലേ ലതീഷേ? കണക്കു ശരി തന്നെ. ഇതിനി എങ്ങനെ വിഭജിക്കും? നോ കൺഫ്യൂഷൻ. ഇത്രയും വലിയൊരു തുക നേടാൻ കരുവായി നിന്നത് ഞാൻ തന്നെ. അപ്പോ പാതി നമുക്ക് വേണം. എന്റെ തലസ്വഭാവം താൻ പുറത്തെടുപ്പിക്കരുത്. താൻ ഇത് പറയുമെന്ന് ഞാൻ ഊഹിച്ചു. ഇങ്ങനെ ചൂടാകല്ലേ. നമ്മൾ എല്ലാവരും അവരവരുടെ ഭാഗം ഭംഗിയായി ചെയ്തത് കൊണ്ടാ ഈ ഒരു തുക നമുക്ക് കിട്ടിയത്. That's correct. So let us divide the amount by 4. So 450 CR to each one. താൻ മലയാളത്തിൽ പറ. നമുക്കെല്ലാവർക്കും 450 കോടി വെച്ച് എടുക്കാമെന്ന്. അത് താൻ തന്റെ പള്ളിയിൽ പോയി പറ. എടോ കോന്ത സ്വാമി, താൻ ആളുകളെ പറ്റിക്കാൻ അണ്ടർവേൽ സൂക്ഷിക്കുന്ന പൊടിയുണ്ടല്ലോ, അത് ഞാൻ ഇപ്പൊ പറപ്പിക്കും. Please stop this quarrel and argument. I will tell a solution. Yes, ലതീഷ് പറയട്ടെ. നാളെയാണ് നമ്മുടെ സുനാമി ദുരിതാശ്വാസ സഹായ വിതരണ ദിവസം. പേരിന് നാം കൊടുക്കുന്നത് 2 പട്ടയം മാത്രം. ബാക്കിയുള്ള 800ഓളം പട്ടയം സ്വാമിയുടെ പ്രിയപ്പെട്ടവർക്ക്, അല്ലെങ്കിൽ ബിനാമികൾക്ക് നമ്മൾ ശരിയാക്കി കൊടുക്കും. പിന്നെ ചതുപ്പ് നിലത്തിൽ പണിതീർത്ത അടുത്ത മഴയ്ക്ക് നിലം പൊത്താൻ സാധ്യതയുള്ള വീടുകൾ, അത് ആർക്കാണെങ്കിൽ കൊടുത്തോ. അതിന്റെ വീഡിയോയും വാർത്തയും ഞാൻ പെരുപ്പിച്ചു കൊടുത്തോളാം. ഇപ്പോ ഈ തുക നമുക്ക് തുല്യമായി വിധിക്കാം. എന്തു പറയുന്നു? പട്ടയം മുഴുവൻ നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഇത് തുല്യമായി വീതിക്കാൻ എനിക്ക് സമ്മതം. എന്നാലും ഒരു മന്ത്രിയായിട്ട് എനിക്കൊന്നും കാര്യമായിട്ട് കിട്ടിയില്ല. കെടുക്കുകയല്ലേ പഞ്ചവത്സരങ്ങൾ. ഇനിയും ഇങ്ങനെ വന്ന് കയറിക്കോളൂ. ശരി, അപ്പൊ നാളെ നമ്മൾ നല്ല കുഞ്ഞാടുകളായി നാട്ടുകാരുടെ മുന്നിൽ നിൽക്കുന്നു. നമ്മുടെ കാരുണ്യത്തിന്റെയും വിയർപ്പിന്റെയും വിലയെപ്പറ്റി വാചാലരാകുന്നു. അതിന്റെ CD നമ്മുടെ ആ റിയാലിറ്റി ഷോയുടെ ആൾക്കും അയച്ചു കൊടുത്തേക്കും. ശരി, അത് ഞാൻ ഏറ്റു. ഇതിലും നല്ലൊരു പ്രവൃത്തി ജീവിതത്തിൽ നമുക്ക് അഭിനയിക്കാൻ ആവില്ലല്ലോ. അത് 100% ശരി. പിന്നെ അവാർഡ് തുക ആർക്ക് കിട്ടിയാലും ഇതുപോലെ ഇവിടെ വന്ന് നമ്മൾ പങ്കുവയ്ക്കും. അഭിനയം അവിടെ, മണീസ് ഇവിടെ. അപ്പൊ ശരി ലതീഷേ, പണം പതിവ് സ്ഥലത്ത് പതിവ് പോലെ താൻ എത്തിച്ചാളണം. സ്വാമി അനുഗ്രഹിച്ചാലും. ഓം ശാന്തി, ഈശ്വര രക്ഷ. ഫാബ്രിക്കേറ്റഡ് വീഡിയോ. ഇതാരോ മനഃപൂർവ്വം ഞങ്ങളെ കരിവാരിത്തേക്ക് മോർഫിംഗ് നടത്തി ഉണ്ടാക്കിയതാണ്. എന്റെ രാഷ്ട്രീയ എതിരാളികളുടെ പുതിയ തന്ത്രമാണിത്. I can't believe this. This is absolutely rubbish. കലികാലം അല്ലാതെന്തു പറയാൻ. കഴിഞ്ഞോ നിങ്ങളുടെ ഈ ജൽപ്പനങ്ങൾ? ഇത് സത്യമാണെന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. ഇതിനെപ്പറ്റി ഒരന്വേഷണം. നിങ്ങളുടെ ഈ കപട ജീവിതം അവസാനിക്കാൻ അത് മതി. ചതിക്കരുത്. ഒരറിവില്ലായ്മ. ഞാൻ മാപ്പുസാക്ഷിയായിരിക്കാം, പക്ഷെ ക്രൂശിക്കരുത്. പണം എത്ര വേണേലും തരാം. ഇത് പ്രക്ഷേപണം ചെയ്ത് ഞങ്ങളെ നാറ്റിക്കരുത്. ലതീഷിനൊന്നും പറയാനില്ലേ?
ഇനി ഞാനെന്തു പറയാൻ? കൂടെയുള്ളവർ കുറ്റസമ്മതം നടത്തിയില്ലേ? Any comments, Miss Personality Winner? Sorry. ഇത് കരയാനുള്ള വേദിയല്ല. കപട ജീവിതം നയിച്ച് കള്ളത്തരങ്ങൾ ചെയ്ത് സമൂഹത്തിൽ മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ് നടക്കുന്നവരുടെ പ്രതിനിധികളാണ് നിങ്ങൾ. സമൂഹത്തെ നശിപ്പിക്കുന്ന ക്യാൻസറാണ് ഈ പ്രവണത. നിങ്ങൾ എലിമിനേറ്റ് ചെയ്യപ്പെടേണ്ടവരാണ്. മാപ്പാക്കണം, തിരുത്താൻ ഒരവസരം കൂടി. ജീവിതത്തിൽ തിരുത്തലുകൾ ആവശ്യമാണ്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ യഥാർത്ഥ ശരിയെ മുറുകെ പിടിക്കുന്നവരാണ് ജീവിത മത്സരത്തിൽ വിജയിയാകുന്നത്. തൽക്കാലം നിങ്ങളെ എലിമിനേറ്റ് ചെയ്യുന്നില്ല, പകരം ഒരു ഡേഞ്ചർ സോണിൽ നിർത്തുകയാണ്. നേരിന്റെ വഴിയിൽ നടന്ന് നന്മയുടെ പ്രകാശം പരത്താൻ ഒരവസരം കൂടി. നിങ്ങൾക്ക് മുൻപേ ഈ മത്സരത്തിൽ വിജയിച്ച വ്യക്തികളെ നിങ്ങൾക്ക് മാതൃകയാക്കാം. മഹാത്മാഗാന്ധിജി, മദർ തെരേസ, അങ്ങനെ നിരവധി പേർ. അവരുടെ വഴിയെ ചരിച്ച് ജീവിതത്തിൽ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം, അതിനായി പ്രയത്നിക്കാം. Paso